തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് കോടതിയിലാണ് ഹാജരായത്. നേരത്തെ വന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനു വി എസ് ചേരുന്നു. അനു, ഇപ്പോഴും കോടതിയിലാണോ അദ്ദേഹം ഉള്ളത്? കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ എത്രക്ക് നിർണായകമാണ് ഇപ്പോൾ നടക്കുന്ന കോടതി നടപടികൾ? കോടതിയിലാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള MLA ആന്റണി രാജു ഹാജരായത്. അദ്ദേഹം കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോവുകയും ചെയ്തു. പ്രതികരിക്കലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നേരത്തെ തൊണ്ടി മുതൽ കൃത്രിമത്വം കാണിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം എന്നുള്ള ഒരു സുപ്രീം കോടതിയുടെ വിധി അടുത്തിടെ വന്നിരുന്നു. അതിനെ തുടർന്നാണ് വിചാരണ കോടതിയിൽ പ്രതികൾ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ആന്റണി രാജു ഈ കേസിലെ 2ാം പ്രതിയാണ്. 1ാം പ്രതിയായിരുന്ന അന്നത്തെ കോടതിയിലെ സീനിയർ ക്ലർക്കായിട്ടുള്ള ജോസും ഇന്ന് കോടതിയിൽ ഹാജരായി. ഇന്ന് കോടതിയിൽ ഹാജരാകുമ്പോൾ ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ പറഞ്ഞത് MLA MP ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയിലേക്ക് ഈ കേസ് മാറ്റണം, അങ്ങനെ ഒരു നിർദ്ദേശം സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. അക്കാര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശദമായി ഒരു ഹർജി നൽകൂ എന്ന് പ്രതിഭാഗം അഭിഭാഷകനോട് ജഡ്ജി ഇന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഒന്നുകിൽ ഇത് ഈ ജനപ്രതിനിധികളുടെ കേസുകൾ എടുക്കുന്ന കോടതിയിലേക്ക് മാറ്റുമോ, അല്ലെങ്കിൽ നെടുമങ്ങാട് വിചാരണ കോടതിയിൽ തന്നെ കേസ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമറിയാം. ഏതായാലും 34 വർഷം മുമ്പ് നടന്ന ഒരു തിരിമറി, അതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ വീണ്ടും അത് സജീവമാകുന്നത്. വീണ്ടും വിചാരണ കോടതിയിലേക്ക് ഒരു മുൻ മന്ത്രി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. സരീഷ്, ശരി, നന്ദി അനു വിവരങ്ങൾക്ക്.